മോദിയെ കണ്ട് മുഖ്യമന്ത്രി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഉടൻ കേന്ദ്ര അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിൽവർ ലൈൻ പദ്ധതിയോട് പ്രധാനമന്ത്രിക്ക് അനുഭാവപൂർണമായ സമീപനമാണ് ഉള്ളത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ സിൽവർ ലൈൻ പാത കടന്നുപോകുന്നില്ല. ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭിക്കുമെന്നും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കേന്ദ്രാനുമതി വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിയോട് പ്രധാനമന്ത്രിക്ക് അനുഭാവപൂർണമായ സമീപനമായിരുന്നു. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അത്രയും തുറന്ന മനസ്സോടെയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതിന്റെ കാര്യം അതിന്റെ എല്ലാം ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കടന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടും അതിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതായി കണ്ടില്ല. റെയിൽവേ മന്ത്രിയുമായി അനൌദ്യോഗികമായും ചർച്ച നടത്തി. ഗതാഗതം സുഗമമാക്കാനുള്ള എല്ലാ മാർഗവും സംസ്ഥാന സർക്കാർ തേടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിൽവർ ലൈൻ. ഗതാഗതം സുഗമമാക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സംസ്ഥാന സർക്കാർ ആരായുകയാണ്. അവയിൽ പ്രധാനപ്പെട്ടതാണ് സിൽവർ ലൈൻ. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ പാത കടന്നുപോകുന്നില്ല. സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിനുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. സാമൂഹിക ആഘാത പഠനം നടത്താൻ വേണ്ടിയുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. ആരുടെയൊക്കെ ഭൂമിയും വീടും നഷ്ടപ്പെടുമെന്നുകൂടി ഇതിലൂടെയാണ് കണ്ടെത്താനാവുക. അപ്പോൾ ഈ സർവേ കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല. ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കില്ല. ഭൂമിയും വീടും നഷ്ടമാകുന്നവർക്ക് പുനരധിവാസവും ജീവിതോപാധിയും ഉറപ്പാക്കും. ഒരാളെയും ദ്രോഹിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കില്ല എന്നതാണ്. ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകും. ഈ പദ്ധതി കാരണം ഒരാൾ പോലും കിടപ്പാടമില്ലാത്തവരായി മാറില്ല. വികസനം തടയാൻ പ്രതിപക്ഷം വ്യാജ ആരോപണങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വിചിത്ര സഖ്യമാണുള്ളത്. ചില മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അലൈൻമെന്റിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതി അട്ടിമറിക്കാൻ ഒരു മറയുമില്ലാതെ പ്രതിപക്ഷം രംഗത്തിറങ്ങുകയാണ്. വ്യാജ പ്രചാരണമാണ് ഇതിനുവേണ്ടി നടത്തുന്നത്. അതിനായി ഒരു വിചിത്ര സഖ്യം തന്നെ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. ന്യൂസ് 18 ഡൽഹി. സിൽവർ ലൈൻ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം പഴയ കാര്യങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രധാനമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹത്തിന് പുതിയതായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. DPRലെ അവ്യക്തത അതേപടി നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി അബദ്ധ പ്രസ്താവനകൾ ആവർത്തിക്കുന്നു. സിൽവർ ലൈനിൽ കേന്ദ്രവും കേരളവും ഒത്തുതീർപ്പിനൊരുങ്ങുകയാണ്. ഇടനിലക്കാരെ വെച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ജനപിന്തുണയുണ്ടെന്ന് വരുത്താനുള്ള PR പരിപാടിയുടെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രിയുടെ പേരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമം. എല്ലാ മുഖ്യമന്ത്രിമാരോടും പ്രധാനമന്ത്രിക്ക് ഒരേ സമീപനമാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം ഒരു അനുമതിയും നൽകിയിട്ടില്ല. റെയിൽവേ മന്ത്രിയോട് സംസാരിക്കാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതി സങ്കീർണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പദ്ധതിക്ക് അനുമതി നൽകിയിട്ടില്ല. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പദ്ധതിക്ക് മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ ചെലവും വരും. ചെലവ് 1 ലക്ഷം കോടിക്ക് മുകളിലാകുമെന്നും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. सिल्वर लाइन प्रोजेक्ट अध्यक्ष जी केरला का एक बहुत ही कॉम्प्लेक्स प्रोजेक्ट है और मैं बहुत ही जिम्मेदारी के साथ यहाँ पे कहना चाहता हूँ कि किसी भी 63,000 करोड़ के प्रोजेक्ट 63,000 करोड़ का स्टेट गवर्नमेंट का एस्टिमेट है, लेकिन हमें लगता है कि 1 लाख करोड़ से ऊपर जाएगा. वो 200 किलोमीटर पर आवर की स्पीड के हिसाब से बनाया गया है और इंटर ऑपरेबल नहीं है. यानी उन ट्रैक्स पे दूसरी ट्रेन्स नहीं चल सकती. उसको स्टैंडर्ड गेज के हिसाब से बनाया जा रहा है, तो स्टैंडर्ड गेज पे ब्रॉड गेज की गाड़ी नहीं चल सकती. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ UDF എംപിമാരെ കയ്യേറ്റം ചെയ്ത് ഡൽഹി പോലീസ്. ഹൈബി ഈഡൻ എംപിയുടെ മുഖത്തടിച്ചെന്നും മറ്റുള്ളവരെ പിടിച്ചു തള്ളിയെന്നും എംപിമാർ ആരോപിച്ചു. സ്ത്രീ എന്ന പരിഗണന നൽകാതെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് രമ്യ ഹരിദാസും കുറ്റപ്പെടുത്തി.
കേരളയിൽ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, അഴിമതിയാണ് അഴിമതിയാണ്. രാവിലെ 10:30 വിജയ് ചൌക്കിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധവുമായി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ എംപിമാരെ ഡൽഹി പോലീസ് തടയുകയായിരുന്നു. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച എംപിമാരെ പോലീസ് വളഞ്ഞിട്ടും മർദ്ദിച്ചു. പോലീസ് ഹൈബി ഈഡൻ എംപിയുടെ മുഖത്തടിച്ചെന്ന് മറ്റെംപിമാർ കുറ്റപ്പെടുത്തി. ഡീൻ കുര്യാക്കോസ്, ടി.എൻ. പ്രതാപൻ, കെ. മുരളീധരൻ, ബെന്നി ബെഹന, എൻ. കെ. പ്രേമചന്ദ്രൻ എന്നിവരെയും പോലീസ് കയ്യേറ്റം ചെയ്തു. പുരുഷ പോലീസ് മർദ്ദിച്ചെന്ന് രമ്യ ഹരിദാസ്. സമാധാനപരമായിട്ട് എല്ലാ കാലവും പാർലമെന്റ് ജനപ്രതിനിധികൾ സമരം ചെയ്യാറുണ്ട്, അത് പ്രകടനം വിളിക്കാറുണ്ട്. അതുപോലും തടസ്സപ്പെടുത്തുന്നതിന് ആരാ ഇവർക്ക് അധികാരം നൽകിയിരിക്കുന്നത്? ഒരു വനിത എംപിയെ പോലും ദേഹോദയ ഏൽപ്പിക്കാൻ നോക്കുകയാണ്. ഇതാണ് അവരുടെ സംസ്കാരം. എംപിമാർക്ക് പാർലമെന്റിൽ രക്ഷയില്ലേ? ഞങ്ങൾക്ക് പാർലമെന്റിൽ എംപിമാരാണെന്ന് അറിയിച്ചെങ്കിലും പോലീസ് പാർലമെന്റ് വളപ്പിലേക്ക് കടത്തിവിട്ടില്ല. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാൻ ഈ രാജ്യത്ത് മോദി സർക്കാരും പിണറായി സർക്കാരും അനുവദിക്കുന്നില്ല. ഇത് തോന്നിവാസമാണ് കാണിക്കുന്നത്. മോദി സർക്കാരിന്റെയും പിണറായി വിജയൻ സർക്കാരിന്റെയും ഏറ്റവും ഫാസിസ്റ്റ് നടപടിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയും നെറുകെട്ട ഒരു രീതി ഇന്ന് വരെ കണ്ടിട്ടില്ല. പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിൽ പോകാൻ സമ്മതിക്കാത്ത എന്ത് ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്? എംപിമാർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ല രാജ്യത്ത്. ഇറ്റ് ഈസ് വെരി സീരിയസ്. സുരക്ഷാ കാരണങ്ങളാൽ മാർച്ച് നടത്താൻ കഴിയില്ലെന്നായിരുന്നു പോലീസ് നിലപാട്. ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും അത് മറികടന്ന് ഒടുവിൽ എംപിമാർ പാർലമെന്റിലേക്ക് കടക്കുകയായിരുന്നു. ന്യൂസ് 18 ഡൽഹി. എംപിമാരെ കൈറ്റം ചെയ്ത സംഭവത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ. വിഷയം കോൺഗ്രസ് എംപിമാർ ഉന്നയിച്ചപ്പോഴാണ് സഭാധ്യക്ഷൻ ഈ ഉറപ്പ് നൽകിയത്. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ്, എൻ. കെ. പ്രേമചന്ദ്രൻ എന്നിവരും രാജ്യസഭയിൽ കെ. സി. വേണുഗോപാലും വിഷയം ഉന്നയിച്ചു. ഡൽഹിയിൽ എംപിമാർക്ക് എതിരെയുണ്ടായ പോലീസ് അതിക്രമത്തെ അപലപിച്ച് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ. അതിക്രൂരമായ ആക്രമണമാണ് എംപിമാർക്ക് നേരെയുണ്ടായത്. അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സതീശൻ അറിയിച്ചു. സിൽവർ ലൈനെതിരെ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം. കോട്ടയം നട്ടാശ്ശേരിയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഇന്നും തടഞ്ഞു. എറണാകുളം മണിയുടെ പുത്തൻമടയിൽ പ്രതിഷേധത്തെ തുടർന്ന് സർവേ നിർത്തിവെച്ചു. കോഴിക്കോടും തൃശൂരും യൂത്ത് കോൺഗ്രസ് സമരത്തിൽ സംഘർഷമുണ്ടായി. എറണാകുളം ചോറ്റാനിക്കരയിൽ സർവേ തടയാൻ നാട്ടുകാർ തടിച്ചുകൂടിയെങ്കിലും ഉദ്യോഗസ്ഥരെത്തിയില്ല. കോട്ടയം നട്ടാശ്ശേരിയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഇന്നും തടഞ്ഞു. നട്ടാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം മണിയുടെ പുത്തൻമടയിൽ പ്രതിഷേധത്തെ തുടർന്ന് സർവേ നിർത്തിവെച്ചു. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ പ്രതീകാത്മക കല്ല് സ്ഥാപിച്ചു. തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. കേരയിൽ വേണ്ട കേരളം വേണമെന്ന മുദ്രാവാക്യമുയർത്തിയുള്ള സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ സമരജാഥ സമാപനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മേധാ പട്കർ ഉദ്ഘാടനം ചെയ്തു.
What matters is the continuity of life. What matters is the community life that can only decide what is really truthful, simplistic, self-reliant and sustainable just path of development. ജനങ്ങൾക്ക് വേണ്ടി പദ്ധതി പിൻവലിക്കുന്നതിൽ അപമാനം കാണേണ്ട കാര്യമില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇത് കേരള ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വിളിയാണ്, അതൊന്നും സംശയവുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്ത് ഉയർത്തിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് വരാൻ തയ്യാറാകണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിന് മുന്നിൽ കല്ലുനാട്ടി ബി.ജെ.പി. പോലീസിനെ കബളിപ്പിച്ച് കല്ലുനാട്ടിയെന്ന് ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് പറഞ്ഞു. യുവമോർച്ച പ്രവർത്തകരാണ് ക്ലിഫ് ഹൌസിന് മുന്നിൽ കല്ലുനാട്ടിയത്. പ്രതിഷേധ യാത്രയായി കൊണ്ടുവന്ന കല്ലുകൾ മന്ത്രിമന്ദിരങ്ങൾക്ക് മുന്നിലും തിരുവനന്തപുരത്തെ ഇടത് എംഎൽഎമാരുടെ വീടുകൾക്ക് മുന്നിലും സ്ഥാപിക്കുമെന്നും രാജേഷ് പറഞ്ഞു. അതേസമയം കല്ലുനാട്ടിയത് ക്ലിഫ് ഹൌസിനകത്തല്ല എന്നും പുറത്തുള്ള കെട്ടിടത്തിന് സമീപത്താണെന്നും പോലീസ് വ്യക്തമാക്കി. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെയാണ് കല്ല് സ്ഥാപിച്ച് വസ്തുവിലേക്ക് പ്രതിഷേധക്കാർ കടന്നതെന്നും പോലീസ് അറിയിച്ചു. കെ സുധാകരന് മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ദുഷ്ടമനസ്സുകളുണ്ട്. ഭരണത്തിൽ തങ്ങളായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസരമെന്നാണ് ചിന്ത. തങ്ങളെ ജനങ്ങൾക്കറിയാമെന്നും കെ സുധാകരൻ ഉന്നയിച്ച അഴിമതി ആരോപണം സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം ന്യൂസ്. സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും കൂടും. പെട്രോളിന് 87 പൈസയും ഡീസലിന് 84 പൈസയും ഇന്ന് അർദ്ധരാത്രി മുതൽ വർദ്ധിക്കും. സിജോ ബിജോണ് വിവരങ്ങളുമായി ചേർന്നു. സിജോ, ഏത് രീതിയിലാണ് ഇന്ധനവില വീണ്ടും വർദ്ധിക്കുന്നത്? വിവരങ്ങൾ. അപർണ, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില മാസങ്ങളായി കുതിച്ചുയർന്നിട്ടും ഇന്ത്യൻ വിപണിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ധന വിലയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിരുന്നത്. അന്ന് 85 പൈസയിലധികമാണ് ഇന്ധന വിലയിൽ മാറ്റം വന്നിരുന്നത്. പക്ഷേ ഇന്നലെ ഈ ഇന്ധന വിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷെ നാളെ മുതൽ ഈ ഇന്ധന വിലയിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ അറിയിക്കുന്നത്. ഇത് പ്രകാരം പെട്രോളിന് 87 പൈസയും അതോടൊപ്പം തന്നെ ഡീസലിന് 84 പൈസയുമാണ് വിലയിൽ വ്യത്യാസം ഉണ്ടാവുക. എന്തായാലും നാളെ മുതൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ വിലയിൽ ഉള്ള വ്യത്യാസം നിലയിൽ വരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ അറിയിച്ചത്. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്ത പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പാലക്കാട് ജില്ലാ ജഡ്ജി കലാം പാഷയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ജില്ലാ ജഡ്ജിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിച്ചു. പാലക്കാട്ടെ കലാകാരന്മാരുടെ കൂട്ടായ്മയും പ്രതിഷേധ മാർച്ച് നടത്തി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് ബൈക്ക് കാർ റേസിംഗിനിടെ അപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. പാകിസ്ഥാനിലെ വിമത എംപിമാരെ അയോഗ്യരാക്കണമെന്ന പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അപേക്ഷയിൽ പാക് സുപ്രീംകോടതി നാളെ വിധി പറയും. കേസ് ഇന്ന് പരിഗണിച്ച കോടതി വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇമ്രാൻഖാനെതിരായ ഐക്യ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ ദേശീയ അസംബ്ലി നാളെ ചേരും. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ 3 ദിവസത്തിന് ശേഷമാകും വോട്ടെടുപ്പ് നടക്കുക. കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ നാടകീയ രംഗങ്ങൾ. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കയറ്റിയ വാഹനം നടുറോഡിൽ കേടായി. വാഹനത്തിന് ചുറ്റും യൂത്ത് കോൺഗ്രസുകാർ ആഹ്ലാദ പ്രകടനം നടത്തി. ഡീസലടിക്കാൻ പണപ്പിരിവ് നടത്തി. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകും. നമസ്കാരം. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് സിൽവർ ലൈനിനെതിരെ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയതിന് പിന്നാലെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റി. ഇന്നത്തെ കാര്യമാണ് കോമഡി. പ്രവർത്തകരെ കയറ്റിയ വാൻ സ്റ്റാർട്ടാകുന്നില്ല. പത്ത് മിനിറ്റോളം ഡ്രൈവർ കിണഞ്ഞു ശ്രമിച്ചു. ഫലമുണ്ടായില്ല. സംഭവം അറിഞ്ഞതോടെ
പുറത്തുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാനിന് മുമ്പിലെത്തി. പിന്നെ ആഹ്ലാദ നൃത്തം ചവിട്ടിയും പോലീസിനെ പരിഹസിച്ചും യൂത്ത് കോൺഗ്രസുകാർ ആഘോഷമാക്കി. പോലീസ് വാനിൽ ഡീസൽ അടിക്കാൻ പ്രവർത്തകർ പിരിവും തുടങ്ങി. നാണക്കേടിൽ വലഞ്ഞ് പോലീസുകാർ ഒടുവിൽ അറസ്റ്റ് ചെയ്തവരെ മറ്റൊരു വാനിൽ കയറ്റി. പിന്നീട് പോലീസുകാരും യൂത്ത് കോൺഗ്രസുകാരും കേടായ വാഹനം തള്ളി സൈഡാക്കി സ്ഥലം വിട്ടു. ന്യൂസ് 18 കോഴിക്കോട്.